ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ താരം ചക്കയാണ് കേട്ടോ. ചക്ക കൊണ്ട് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതെന്താണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. ഇത് ഫ്രീസറിൽ ഉടച്ചു വെക്കുന്ന തേങ്ങയാണ്. അപ്പോൾ പുറത്തിരുന്ന് ഈ തേങ്ങ ഉണങ്ങിപ്പോകാതിരിക്കാനാണ് ഈ ഫ്രീസറിൽ ഉടച്ചിടുന്നത്. അപ്പോൾ അങ്ങനെ ഉടച്ചു വെച്ച തേങ്ങ നമ്മൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്നങ്ങോട്ട് തിളപ്പിക്കുക വെള്ളം. അപ്പം ചിരട്ടയൊക്കെ ഇങ്ങോട്ട് നമ്മളൊന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും തേങ്ങ. ആ തേങ്ങ ഒന്ന് ചെറുതാക്കി മുറിച്ച്, ഒത്തിരി ഒന്നും ചെറുതാക്കണ്ട. എന്നിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ ചിരണ്ടിയ ഭാഗമായി. ഒരു 2 അടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിരണ്ടിയ ഭാഗമായി. അത് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അപ്പോൾ വേഗം അരിഞ്ഞ് കിട്ടും. ഇതൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. എളുപ്പത്തിൽ ഒരു തേങ്ങ ചിരണ്ടാനൊക്കെ മടിയുള്ളവർക്ക് തേങ്ങ ചിരണ്ടുക അല്ലെങ്കിൽ ചുരണ്ടുക എന്നൊക്കെ പറയും. ഇതേതായാലും ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഇങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർക്കണം. പിന്നെ ഇത് നമ്മുടെ വരിക്കച്ചക്കയാണ്. ഇതിങ്ങനെ വെളുത്തായിരിക്കുള്ളൂ. ചക്ക മൂത്താലും വെളുത്തിരിക്കുന്ന ഒരു തരം ചക്കയാണ് കേട്ടോ. വെള്ളാറൻ ചക്ക എന്നാണ് ഇതിനെ പറയുക. പഴുത്താൽ നല്ല മധുരമുണ്ട്. അങ്ങനെ ഒരു ചക്കയാണ്. അപ്പോൾ ഇന്നലെ ചക്കക്കാരൻ വന്ന് ചക്ക കുറേ ഇട്ടുകൊണ്ട് പോയി. ചക്ക വിൽപ്പന നടത്തി അങ്ങനെ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു മൂത്ത ചക്ക അവിടെ ഇട്ട് വെച്ചിരുന്നു. അതപ്പം നന്നാക്കിയെടുത്ത് ഇങ്ങനെയൊന്ന് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ തേങ്ങാമുറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ചൂടാറിയിട്ട് വേണം ഇത് കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി, ഒരു 4 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു 4 പച്ചമുളക്. ഈ പച്ചമുളക് പച്ചയല്ലെങ്കിലും വെള്ളയാണ് കേട്ടോ, അതിന് നല്ല എരിവുള്ളതാണ്. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് വേപ്പില. ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി സാധാരണ ആരും തന്നെ ഇടാറില്ല, പക്ഷേ ഞാൻ ഇടാറുണ്ട്. കാരണം ചക്കയ്ക്ക് ചുക്ക് എന്നാണല്ലോ പറയുക. ചക്ക കഴിച്ചിട്ട് എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചുക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് മാറും. കാരണം ആ ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇഞ്ചി തന്നെയാണല്ലോ ഈ ചുക്കെന്ന് പറയണത്. ഇഞ്ചി ഉണക്കുന്നതാണ് ചുക്ക്. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നല്ലതാണ്, നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഈ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇട്ടത് കൊണ്ട് ഇഞ്ചിയുടെ വലിയ ടേസ്റ്റൊന്നും അതിലുണ്ടാകാൻ പോകുന്നില്ല, നമ്മളൊട്ട് അറിയാനും പോകുന്നില്ല. പക്ഷെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങാമുറി കുത്തിയെടുത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങയുടെ പുറത്തുള്ള ബ്രൗൺ കളറൊന്നും ഞാൻ കളയാറില്ല. അതൊന്നും കളയാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. നമ്മൾ ചക്കക്കുരുവിൻ്റെയും ബ്രൗൺ കളർ ഇപ്പോൾ കളയേണ്ടെന്നല്ലേ പറയുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കറിവേപ്പില എടുത്ത് കളയേണ്ടതില്ലല്ലോ. കറിവേപ്പിലയ്ക്ക് എന്നും ഉള്ള ഒരു പരാതിയാണല്ലോ, കറിവേപ്പില പോലെ എടുത്ത് തള്ളി എന്ന്. അങ്ങനെ ഒരു പരാതി ഇനിയിപ്പോൾ കറിവേപ്പിലയ്ക്ക് വേണ്ടെന്ന് കരുതി. കറിവേപ്പില നമുക്ക് നല്ലതാണല്ലോ, നമ്മുടെ മുടിക്കും എല്ലാത്തിനും നല്ലതാണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില കൂടെ ഇട്ട് അരയ്ക്കുക. ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ചുരണ്ടി കിട്ടാൻ പാകത്തിനാണ് ആദ്യം അടിച്ചു കൊടുക്കേണ്ടത്. അന്നേരം നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് വേണം പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കുവാനായിട്ട്. ഇപ്പോൾ കണ്ടോ, തേങ്ങ ഒന്ന് ചുരണ്ടിയ പോലെ വന്നിട്ടുണ്ട്.
ഇനി കുറച്ച് ചൂടുവെള്ളം, ഒത്തിരി തിളച്ച വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. മിക്സി ചൂടാവും തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളം കേട്ടോ, അതൊഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഒരുവിധം അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ടതില്ല. ഈ ഒരു ചക്കപ്പുഴുക്കിന് ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ അങ്ങനെ കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. 1/2 കപ്പ് വെള്ളം മതിയാകും. ഞാൻ ഈ ഒരു കപ്പിലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ അരച്ചത് ചക്കയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരൊറ്റ വിസിൽ വന്നാൽ മതി. നമുക്ക് ചക്ക നല്ല പാകമായിട്ടുണ്ടാവും. കറി കാച്ചുവാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക വെന്ത് വരുമ്പോഴേക്കും നമ്മൾ കടുക് വറുത്തതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ചക്ക ഒരൊറ്റ വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വേവ് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഓരോ ചക്കയും ഓരോ വീടുകളിൽ ഉണ്ടാകുന്ന ചക്കകൾക്ക് പല വേവായിരിക്കും. ബഡ് പ്ലാവുകളുടെ ചക്കയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് സ്വതവേ. ഇതിപ്പോൾ നാടൻ പ്ലാവിൻ്റെ വരിക്ക ചക്കയാണ്. അപ്പോൾ നമ്മുടെ കടുക് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വേപ്പിലയും കുറച്ച് വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഒരു ചക്കപ്പുഴുക്കാണിത്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഞാനിത് കുക്ക് ചെയ്തിരിക്കുന്നത്. ചക്ക നന്നാക്കി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കുക്കറിലാണല്ലോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഒറ്റ വിസിലടിച്ചിട്ട് നമ്മൾ അപ്പോൾ തന്നെ ആ വിസിൽ അതിൻ്റെ എയർ കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വേവ് അതിയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.